നമ്മളിൽ എത്ര പേര് ഇപ്പോഴും പ്രശസ്ത മാരത്തോൺ ഓട്ടക്കാരനായിട്ടുള്ള വാൻഡർലെ ഡിലിമയെ ഓർക്കുന്നുണ്ട്? 2004 ഏതൻസ് ഒളിമ്പിക്സിൽ അദ്ദേഹം ഒന്നാമനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനത്തെ ലാപ്പുകളിലേക്ക് മാരത്തോൺ ഓട്ടം പ്രവേശിച്ചപ്പോഴാണ് ഒരു ഐറിഷ് പുരോഹിതനായിരുന്ന ഒരു വ്യക്തി അവിടേക്ക് ചാടി വീണ് അദ്ദേഹത്തെ ട്രാക്കിൽ നിന്ന് പിടിച്ചു മാറ്റിയത്. പിടിച്ചു മാറ്റിയ ആ ഒരു ബഹളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അദ്ദേഹം വീണ്ടും ട്രാക്കിലേക്ക് എത്തിയപ്പോഴേക്കും ഒരു യൂറോപ്യൻകാരനും ഒരു അമേരിക്കക്കാരനും അദ്ദേഹത്തെ ഓവർടേക്ക് ചെയ്ത് വരും. പക്ഷേ യാതൊരു കൂസലും കൂടാതെ തൻ്റെ സകല ശക്തിയും എടുത്തിട്ട് വാൻഡർലെ ഡിലിമ അതിൻ്റെ പുറകെ ഓടുകയാണ്. അങ്ങനെ ഓടി 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 അവസാനത്തെ 10 മീറ്ററിലെത്തുമ്പോൾ അല്ലെങ്കിൽ 100 മീറ്ററിലെത്തുമ്പോൾ നടന്ന സംഭവം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അവകാശപ്പെട്ട സ്വർണ്ണ മെഡലും വെള്ളി മെഡലും മറ്റു 2 പേര് നേടിയെടുത്തു എന്നുള്ളതാണ്. ഒടുവിൽ വിഷമിക്കാതെ ഓട്ടം പൂർത്തീകരിച്ച് തൻ്റെ വെങ്കല മെഡൽ ശിരസ് കുനിച്ച് സന്തോഷത്തോടെ സ്വീകരിച്ച ആ വ്യക്തിയുടെ രൂപം ഇന്നും സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഉദാഹരണമായിട്ട് ലോകത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് നേടേണ്ടിയിരിക്കുന്ന സ്വർണ്ണ മെഡലുകളും വെള്ളി മെഡലുകളും എല്ലാം പലപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ഒടുവിൽ വെങ്കല മെഡൽ ലഭിക്കുമ്പോൾ നമ്മളത് സ്വീകരിക്കാനുള്ള വിമുഖത കാണിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പലപ്പോഴും നമ്മളുണ്ടാവുക. പക്ഷേ തനിക്ക് അർഹതപ്പെട്ടത് ലഭിക്കുന്നില്ലെങ്കിൽ പോലും തനിക്ക് ലഭിച്ചതിൽ സംതൃപ്തി അടയുന്ന അല്ലെങ്കിൽ തൻ്റെ കർത്തവ്യം പൂർത്തീകരിക്കുന്ന തികഞ്ഞ സ്പോർട്സ്മാൻ സ്പിരിറ്റിലൂടെ വാൻഡർലെ ഡിലിമ എല്ലാ സംരംഭകരോടും പറയുന്നത് നിങ്ങളും ഇങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് നേടാനുള്ളത് ഒരുപക്ഷെ ഇന്ന് നേടാൻ കഴിഞ്ഞില്ലെങ്കിലും നാളെ നേടാൻ കഴിയുമെന്നുള്ള വലിയ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.